നിൽക്കുന്നു എന്ന് കരുതാം. ഒരു ചർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആ വിഷയം എടുക്കാം. ശ്രീ രഞ്ജിത് ചന്ദ്രൻ, പക്ഷേ ഈ കേന്ദ്ര സർക്കാർ നൽകാനുള്ള വിഹിതം GST ഇനത്തിലും മറ്റിനത്തിലും ഒക്കെയായി നൽകാനുള്ള വിഹിതം, കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കേരളത്തിന് കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഒരു പരാതി. അത് കേരളത്തിന്റെ സാമ്പത്തികമായി നടുവൊടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധവുമായി അവർ മുന്നിട്ടിറങ്ങുന്നു. ഒരുപക്ഷെ ഇതിൽ വസ്തുതയുണ്ട് എന്ന് കാണാതിരിക്കാനും കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം വീഴ്ചകളെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അത് വരുത്തുന്ന ദോഷങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു വിഹിതവും ഇല്ല. 57,400 കോടി രൂപ, അത് ഇവരുടെ കണക്കല്ലേ? 57,400 കോടി രൂപ ചർച്ചയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രസംഗത്തിന് വേണ്ടിയോ പറയുന്ന കണക്കാണ്. ആ കണക്കിന് എന്ത് വസ്തുതയാണുള്ളത്? ഒരു വസ്തുതയുമില്ല. ഇവർ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്ന മിസ്മാനേജ്മെന്റിനെ അഭിസംബോധന ചെയ്യാതെ ഈ 57,400 കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിഗർ മുന്നോട്ട് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പപ്പടം പൊടിയും പോലെ സുപ്രീം കോടതിയിൽ പൊടിയും, ഒരു സംശയമില്ല. അവരുടെ ഈ ബേസ്ലെസ് ആയിട്ടുള്ള ഈ ആർഗ്യുമെന്റ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ അത് പൊടിയും. 2018-19 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 31% കടം. അത് 2021-22 അത് 39%. ആരായിരുന്നു? നിങ്ങളല്ലേ എന്റെ ഉത്തരവാദി. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കടമുള്ള 5 സംസ്ഥാനങ്ങളിൽ എടുത്താൽ അവിടെ ഏതാണ്ട് 2ാം സ്ഥാനത്ത് വരുന്നത് ആരാ? കേരളമല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മിസ്മാനേജ്മെന്റിന് കേന്ദ്രത്തിനെ പഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് അതിന്റെ പരിധി ഉയർത്താൻ വേണ്ടിയില്ലേ? അല്ലാതെ 59,400 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടാണോ? അല്ല, ഈ കടമെടുക്കുവാനുള്ള പരിധി കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ തൊട്ട അയൽപക്കത്തെ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് പോലും നിങ്ങൾ നിക്ഷേപം വരുന്നു ഇവിടത്തെ നിക്ഷേപകനടക്കം തെലങ്കാനയിൽ പോയി നിക്ഷേപം നടത്തേണ്ട സാഹചര്യമാണ്. അവിടെ വ്യവസായം തുടങ്ങേണ്ട സാഹചര്യമാണ്. വ്യവസായത്തിന് സൗഹൃദമല്ലാത്ത അന്തരീക്ഷം കാരണമല്ലേ ഇവിടുന്ന് പലായനം ചെയ്ത് തെലങ്കാനയിൽ പോയി വ്യവസായം നടത്തേണ്ടി വരുന്ന ഗതികേട് ഈ നാട്ടിലെ വ്യവസായികൾക്കുള്ളത്. അതുകൊണ്ട് നികുതിയുടെ വരുമാനം കൂടി എന്ന് പറയുന്നു. അത് തന്നെ കള്ളക്കണക്കല്ലേ? കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് 2020-21-ലും 21-22-ലും കോവിഡ് കാരണം മൈനസിലോട്ട് പോയത് ആ 22-23 സാമ്പത്തിക വർഷത്തിൽ അത് പോസിറ്റീവിലോട്ട് പ്ലസിലോട്ട് വന്നു. അതിനെയാണ് പറയുന്നത് ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടായി എന്നുള്ളത്. GSTയിലോട്ട് മെർജ് ചെയ്ത സമയത്ത് എത്രയോ വകുപ്പിലെ എത്രയോ ജീവനക്കാർ ഇവിടെ വെറുതെ ഇരിക്കുന്നു. അവരെ കൊണ്ട് കൃത്യമായിട്ട് നികുതി പിരിക്കുന്നില്ല. അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ വലിയ കുത്തകകൾക്ക് അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾക്ക് ഇവരുടെ ഇഷ്ടക്കാർക്കൊക്കെ തന്നെ ഇവര് നികുതിയിൽ വളരെ വലിയ രീതിയിൽ. ശരി. എന്തായാലും താങ്കൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മുന്നിട്ട് വെക്കുന്നു. താങ്കൾ അങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്, അല്ലെങ്കിൽ BJP അങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് വെക്കാം. ഇപ്പോൾ